ചണ്ഡീഗഡിലെ ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കിയിരിക്കുകയാണ്. ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം നൽകി. ഇപ്പോഴത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് അത്തരമൊരു നീക്കം. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വന്നാൽ ഉള്ള മുൻകരുതൽ എന്ന നിലയിലാണ് നമ്മൾ ആ നിലയിൽ നിർദ്ദേശം നൽകുന്ന അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചെന്ന അനൂപ്, ഇതുൾപ്പെടെ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്? അതിർത്തിയിലെ സ്കൂളുകൾക്ക് പലയിടങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരോട് തിരികെ എത്തി ജോലിയിൽ പ്രവേശിക്കാൻ മാത്രമല്ല, ഏത് സമയവും ജോലിക്ക് സന്നദ്ധരായിരിക്കണം, എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം, അല്ലാത്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ചണ്ഡീഗഡിലാണ് ഇപ്പോൾ നൽകിയത്. അത് മാത്രവുമല്ല, മറ്റ് ഈ ആരോഗ്യ പ്രവർത്തകരോടും മറ്റ് സംസ്ഥാനങ്ങളിൽ, അതിർത്തി സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരോടും സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതത് സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ അതിർത്തിയിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള അതിർത്തിയിലും, വ്യോമാതിർത്തിയിലും കര അതിർത്തിയിലും ഒപ്പം തന്നെ കടലിലുമെല്ലാം ഏത് സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി നമ്മുടെ സേന തയ്യാറായി നിൽക്കുകയാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ വ്യോമപാത കൂടുതൽ എയർലൈൻസുകൾക്ക് അടച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിലുള്ള എയർലൈൻസുകൾക്ക് മാത്രമായിരുന്നു വ്യോമപാത അടച്ചത്. എന്നാൽ ലാഹോറിലും ഇസ്ലാമാബാദിലും എല്ലാം മറ്റ് ആളുകൾക്ക്, മറ്റ് രാജ്യങ്ങളിലെ എയർലൈൻസുകൾക്ക് കടന്നു പോകാനുള്ള വ്യോമപാതയും അടച്ചു വെച്ചിരിക്കുകയാണ്. അത് ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി നമ്മുടെ അതിർത്തി എല്ലാം സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ് പ്രതിരോധ സേനാ വിഭാഗങ്ങൾ. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ അവധി ഉൾപ്പെടെ റദ്ദാക്കുന്ന മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. 4 സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പുഞ്ചിലും മറ്റു അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ തന്നെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ത്യ തിരിച്ചടി സൈന്യം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. 2, പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നമാണ്. അവിടെ ആഭ്യന്തരമായിട്ടുണ്ടായിട്ടുള്ള ഡ്രോണുകൾ വെടിവെടിച്ചിരുന്നു. അതിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. പാക് മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ വാർത്തകൾ നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, രാജ്യത്ത് ഇന്ന് സർവ കക്ഷി യോഗം വിളിക്കുന്നു. എന്താണ് സിന്ദൂർ ആക്രമണത്തിലൂടെ നടപ്പായത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ലോകത്തെ അറിയിച്ചതോടുകൂടി തന്നെ ആഭ്യന്തരപരമായിട്ട് അത് പ്രതിപക്ഷ കക്ഷികളെ കൂടി അറിയിക്കുന്നു. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 4, നേരത്തെ അനൂപ് ദാസ റിപ്പോർട്ട് ചെയ്തതുപോലെ ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇനിയും ഒരു നീക്കമുണ്ടായാൽ ഞങ്ങൾ കരുതിയിരിക്കുന്നു എന്ന് ലോകത്തെയും പാകിസ്ഥാനെയും അറിയിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു രാജ്യം.